നമുക്ക് ഇനി പോകേണ്ടത് കൊച്ചിയിലേക്കാണ്. എറണാകുളം എടത്തലയിൽ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് വൻ മാലിന്യ കൂമ്പാരം. എടത്തല പഞ്ചായത്ത് അധികൃതരാണ് ടൺ കണക്കിന് മാലിന്യ കൂമ്പാരം കണ്ടെത്തിയത്. രാത്രിയുടെ മറവിൽ രഹസ്യമായിട്ടാണ് സ്ഥലത്ത് മാലിന്യം തള്ളിയിരുന്നത്. എടത്തല പോലീസ് അന്വേഷണം തുടങ്ങി. എടത്തല പഞ്ചായത്തിലെ നൊച്ചിമ എന്ന പ്രദേശത്താണ് ഈ മാലിന്യ കൂമ്പാരം, സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് ഈ മാലിന്യ കൂമ്പാരം കണ്ടെത്തിയിരിക്കുന്നത്. ഇപ്പോൾ എടത്തല പഞ്ചായത്ത് അധികൃതർ തന്നെ നമുക്കൊപ്പമുണ്ട്. നമ്മുടെ പഞ്ചായത്തിന്റെ ക്യാമറ നമ്മളിവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പൊ നിരന്തരമായിട്ട് വണ്ടികൾ വന്നുകൊണ്ട് പോണത്, രാത്രികാലങ്ങൾ വണ്ടി വന്ന് പോണത് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടുകൊണ്ടാണ് ഈ ഒരു ഭീകരാവസ്ഥ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പൊ റഫീഖ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണിത്. നിലവിൽ ഈ സ്ഥലത്തിന്റെ ഓണർ ഒരു ആലുവയിലുള്ള ഒരാളാണ്. റഫീഖ് ഇവിടെ കോഴി ഫാം തുടങ്ങാനായിട്ടെങ്ങാണ്ടാണ് എഗ്രിമെന്റ് വെച്ചേക്കണേന്നാണ് നമ്മൾ അറിയാൻ കഴിഞ്ഞത്. അടുത്ത നടപടി എന്ന് പറയുമ്പോൾ ഇത്രയും ഒരു ഭീകരമായ അവസ്ഥയായതുകൊണ്ട് ഫൈൻ മാത്രമല്ല, ഇതിന് ശിക്ഷാ നടപടി തന്നെ സ്വീകരിക്കേണ്ടതുണ്ട്. എത്ര ടൺ വേസ്റ്റ് ആണെന്ന് ഇപ്പൊ നിശ്ചയിക്കാൻ പറ്റും? ഏകദേശം കുറഞ്ഞ പക്ഷെ ഒരു 4 ടണ്ണെങ്കിലും മിനിമം ഉണ്ടാവും. നമ്മൾ നിൽക്കുന്നതിന്റെയൊക്കെ സ്ഥലത്തൊക്കെ മാലിന്യല്ലേ? മാലിന്യം മൂടിയിട്ട് മണ്ണിട്ട് നികർത്തിയിരിക്കുകയാണ്. ഇവിടെ ഇപ്പൊ ഞാൻ നിൽക്കുന്ന ഭാഗത്തൊക്കെ ഈ ഭാഗമൊക്കെ ഉണ്ടോ, അങ്ങനെ ചവിട്ടുമ്പോൾ കുഴിഞ്ഞു പോവുകയാണ്. അതായത് ഇതൊക്കെ വേസ്റ്റ് ആണ്, ഈ കിടക്കുന്നതെല്ലാം വേസ്റ്റ് ആണ്, പ്ലാസ്റ്റിക് വേസ്റ്റ് ആണ്. ഈ വേസ്റ്റിന്റെ പകുതി പല പല ഭാഗങ്ങളാണ് ഈ പൊങ്ങി കിടക്കുന്നതൊക്കെ. താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഓരോ കുഴി കുത്തിയേക്കുവാണ്. ആ കുഴി കുത്തിയിട്ട് അവിടെ എല്ലാം വേസ്റ്റ് നിക്ഷേപിച്ചിരിക്കുകയാണ്. അവിടെ ആ ഭാഗത്തുള്ളത് റെക്സിൻ വേസ്റ്റ് ആണ്. ഓരോ പ്രദേശം കേന്ദ്രീകരിച്ചാണ്. അവിടെ ഒരു ഭാഗത്ത് റെക്സിൻ വേസ്റ്റുകളാണ്, അതിന് തൊട്ടിപ്പുറത്തുള്ളത് ഇലക്ട്രോണിക് വേസ്റ്റ് ആണ്, ഇവിടെയുള്ളത് ഈ ഹോട്ടൽ വേസ്റ്റുകളാണ്. ഈ ഹോട്ടലിലെ അരിച്ചാക്കുകളുടെയൊക്കെ കൂമ്പാരമാണ് ഇതിനകത്തുള്ളത്. അതുപോലെ തന്നെ ചിക്കൻ കൊണ്ടുവന്നിരിക്കുന്ന ചാക്കുകൾ. നമ്മുടെ പ്രതീക്ഷകളെക്കാളൊക്കെ അപ്പുറത്ത് ഇതൊരു താഴ്ന്ന പ്രദേശമാണ്. ഈ താഴ്ന്ന പ്രദേശത്ത് ഡംപ് ചെയ്ത് നമുക്ക് ഈ അളവ് പോലും കൃത്യമായി തിട്ടപ്പെടുത്താൻ പറ്റാത്ത അത്രയും വേസ്റ്റ് ആണ് ഇവിടെ ഉള്ളത്. നിലവിൽ ഇത്രയും വലിയൊരു വേസ്റ്റ് ഈ സമീപവാസികൾക്കെല്ലാം തന്നെ വലിയ ആരോഗ്യ പ്രശ്നങ്ങളും ആരോഗ്യത്തിന് തന്നെ ഭീഷണി ഉയർത്തുന്ന രീതിയിൽ ഇവിടെ കിടക്കുകയാണ്. ഇനി ഇത് പോലീസിന്റെ ഭാഗത്ത് നിന്ന് എന്ത് നടപടി ഉണ്ടാകുമെന്നാണ് പഞ്ചായത്ത് അധികൃതർ നോക്കുന്നത്. ഒപ്പം തന്നെ ഫൈൻ അടപ്പിച്ച് ഈ കരാർ എടുത്തിരിക്കുന്നത്, അതായത് ഈ സ്ഥലം ലീസിനെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് ഈ വേസ്റ്റ് നിക്ഷേപിച്ചിരിക്കുന്ന ആളെ കൊണ്ട് തന്നെ ഈ വേസ്റ്റ് എവിടെയെങ്കിലും ഡിസ്പോസ് ചെയ്യിക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് പഞ്ചായത്ത് അധികൃതരുമുള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് CP വിജീഷിനൊപ്പം റിപ്പോർട്ടർ സൈഫിൻ സാലിയാർ, ഇൻ റിപ്പോർട്ടർ കൊച്ചി. സൈഫുൽ സാലിയാർ സൂചിപ്പിച്ചതുപോലെ ആ കൊണ്ടിട്ടവരെ കൊണ്ട് തന്നെ ആ മാലിന്യം എടുപ്പിച്ച് കൊണ്ടുപോകണം. അത് നമുക്ക് തത്സമയം കാണിച്ചു കൊടുക്കുകയും വേണം. ഇങ്ങനെ ആരും കൊണ്ടുപോയി ഇടാൻ പാടില്ല. എന്റെ മാലിന്യം എന്റെ ഉത്തരവാദിത്തമെന്ന് കരുതി അത് സംസ്കരിക്കാനുള്ള വഴി നോക്കുകയാണ് വേണ്ടത്. തിരിച്ചെത്താം ഇടം.